ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് തരുന്നൊരു കിഡിലൻ പടമായിട്ടാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഫിലിം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മോളിവുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ളൊരു സിനിമ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അത്രയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്രയധികം ഒരു പ്രേക്ഷക സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ ആയിരിക്കില്ല. അത്യാവശ്യം നല്ല പ്രേക്ഷക സ്വീകാര്യത ലഭിക്കും. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മറ്റ് ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ ഉറ്റുനോക്കാൻ പാകത്തിലുള്ള ഒരു കിഡിലൻ സംഭവം, ഒരു ജം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയായിട്ടാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഫിലിം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. കിഡിലൻ പടമാണ്. ഈ ഒരു സിനിമ കണ്ടപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രിയിലെ ഒരു ഫിലിമായിട്ട് ഭയങ്കരധികം എനിക്ക് സമയം തോന്നിയിരുന്നു. ആ സിനിമയുടെ പേര് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സിനിമയുടെ ജോണർ എന്താണ് എന്തൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുക. സിനിമ കാണാൻ പോകുന്നവരുള്ളവർ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഈ ഒരു സിനിമയുടെ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടീസർ കണ്ടിട്ടുണ്ടായിരിക്കും. അത് മതി, വേറെ ഒന്നും നിങ്ങൾ കേൾക്കാൻ പോകണ്ട. ടീസർ ഡീകോഡിങ് കാര്യങ്ങളൊന്നും കേൾക്കാൻ പോകണ്ട. ടീസർ ഡീകോഡിങ്ങിനൊക്കെ പോയിട്ടും ഇതിൽ നിന്നൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ അത് എങ്ങനെയായിരിക്കും എനിക്ക് അറിയില്ല. എന്തായാലും ടീസർ പോസ്റ്റേഴ്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പോവുക. ഈ സിനിമയുടെ ജോണർ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയാണ്. ആ ഒരു മൈൻഡിൽ പോവുക. അത് അത്തരം സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാ വകകളും ഈ ഒരു സിനിമ തരുന്നുണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഭൂതകാലം എന്ന് പറഞ്ഞ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള രാഹുൽ സദാശിവൻ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഭയങ്കര ഹൊറർ ഫിലിം പേടിപ്പിച്ച് പറപ്പിക്കും, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ഒരു മിസ്റ്ററി ഉണ്ട്, ഹൊറർ ഉണ്ട്, ത്രില്ലറുണ്ട്. ഈ 3 ജോണർ ഈക്വലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സിനിമ പോകുന്നത്. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു സിനിമ. എനിക്ക് സിനിമയുടെ ലാസ്റ്റിലോട്ട് എത്തുമ്പോഴാണ് കുറേ കാര്യങ്ങൾ കണക്റ്റായിട്ട് അങ്ങോട്ട് എൻ്റെ മുന്നേ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഭയങ്കര ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രാഹുൽ സദാശിവനെ സത്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ ബിഗ് താങ്ക് യു. ഇങ്ങനൊരു ഫിലിം തന്നതിന് അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് ശരിക്കും ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവമാണ്. ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് കണ്ടത്. ഈ ഒരു സിനിമ കണ്ട് ഞാൻ ഇറങ്ങിപ്പോരുന്ന സമയത്ത് അത്രയും കയ്യടിയോട് കൂടിയിട്ടാണ് ആളുകൾ ഈ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. കാരണം അവർക്കറിയാം അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അത്രയും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലോട്ട് ഇങ്ങനത്തെ ഒരു സിനിമ കൊണ്ടെത്തിച്ചതിന് രാഹുൽ സദാശിവന് അഗെയിൻ ഒരു ബിഗ് താങ്ക് യു പറയാണ്. ഹാറ്റ്സ് ഓഫ് ടു. ആൻഡ് ഓൾസോ ഈ ഒരു സിനിമയുടെ പ്ലോട്ടിനെ പറ്റിയൊന്നും അധികം ഞാൻ പറയുന്നില്ല. ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാണൻ പാട്ട് പാടുന്ന ഒരാളാണ് വഴിതെറ്റൊരു മനയിലേക്ക് എത്തുന്നു. തുടർന്ന് മനയിലുണ്ടാകുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ ഇത്ര എനിക്ക് പറയാനായിട്ട് പറ്റുന്നുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി നമുക്ക് എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയാണ്. എൻ്റെ മോനെ സമ്മതിക്കണം. കാരണം എങ്ങനെ സാധിക്കുന്നു മമ്മൂക്കാന്ന് ഓരോ സിനിമ കഴിയുന്തോറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് ഭീഷ്മപർവം തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2 years ആവാറായി അല്ലേ. ഭീഷ്മപർവം, റോഷാക്ക്, പുഴു, കാതൽ, നൻപകൽ നേരത്ത് മയക്കാം, കണ്ണൂർ സ്കോഡ്. എത്ര സെലക്റ്റീവാണ് മമ്മൂക്ക. ഈ ഒരു സിനിമയിലുള്ള ചില സാധനങ്ങളൊക്കെ മമ്മൂക്ക ഇതൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ. അത് ഞാനിത് കൂടുതൽ പറഞ്ഞ് ഓവറാക്കല്ല. നിങ്ങൾക്ക് സിനിമ കാണുമ്പം മനസ്സിലാവും ശരിക്കും എത്രത്തോളം കിടിലനായിട്ടാണ് മമ്മൂക്ക ചെയ്തതെന്നുള്ളത്. അങ്ങനെ തന്നെ പറയണം. അത്രയും കിടിലെന്ന് പറഞ്ഞാൽ അത്രയും കിടിലൻ. എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് സീനിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓളിക്കിട്ട് എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെയായിരുന്നു ഇരിക്കണ്ടായിരുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടെ എടുത്ത് പറയേണ്ടത് അർജുൻ അശോകൻ ഉള്ള റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥാണെന്നുണ്ടെങ്കിലും മണികണ്ഠനും എം എൽ ഡാലസയ്ക്കൊക്കെ കുറച്ച് വേഷമുള്ളൂ. അവരും കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 5 കാസ്റ്റ് ഉള്ള ഫിലിമിൽ അധികം ആരും ഇല്ല. അവർ വെച്ചിട്ട് ഈ സിനിമ സെറ്റപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം ഏതൊരു റേഞ്ചിലാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ മേജറായിട്ട് എടുത്ത് പറയണം. 3 അല്ല, അതിലും കൂടുതലുണ്ട്. എന്നാലും എഡിറ്റിങ്, സിനിമോട്ടോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ രക്ഷയുണ്ടായിരുന്നില്ല. പല സ്ഥലത്തും പല എഫക്ട്സുകൾ കാര്യങ്ങൾ, കുറച്ചൊരു പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ പല ഷോട്ടിൻ്റെ ഒരു ട്രാൻസിഷൻസ് കാര്യങ്ങൾ ചെയ്യണതിൽ ഇത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കിടലൻ വിഷ്വൽസ് ഉണ്ട്, കിടലൻ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, കിടലൻ എഡിറ്റിംഗ് ഉണ്ട്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിൽ ഇരുട്ടിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് വരുന്ന, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന കുറേ സംഭവങ്ങൾ കാര്യങ്ങൾ. മമ്മൂക്കരൊക്കെ ഇൻട്രോ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ ഡയറക്ടേഴ്സും ഇത്രയും വലിയൊരു സ്റ്റാറിനെ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് അത് വലിയൊരു ചോദ്യമാണ്. സിമ്പിളായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ കാണിക്കുന്നു എന്നുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. ഞാൻ കണ്ണൂർ സ്കോഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ ഇൻട്രോ സീൻ. ഈ ഒരു സിനിമയിൽ ഇൻട്രോ സീൻ കാണിച്ചിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ്. വലിയൊരു ഇൻട്രോ സീൻ എന്നല്ല, പക്ഷെ അത് ആ ഒരു മൊമെൻറ്റം ആ ഒരു സംഭവത്തിലേക്ക് വന്ന് എവിടെ കാണിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ കാണിച്ച ആ ഒരു ഇൻട്രോ സീൻ കിഡിലനായിരുന്നു. ആ ഒരു സൗണ്ട് മോഡുലേഷനും രക്ഷയുണ്ടായിരുന്നില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു കൈയടി ഉണ്ട്. ഓൾസോ ആർട്ട് വർക്ക് എടുത്ത് പറയണം. ഈ ഒരു മനര ഉള്ളിലോട്ട് എത്തുമ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഒന്നും വൃത്തിയാക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മനേരകത്ത്
എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ അവർ വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. കിടിലനായിട്ടാണ് ആ ഒരു ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും ഇത് എത്ര വർഷം പഴക്കമുണ്ട്, ഇത് എന്തൊക്കെ ഇവിടെ ചെയ്യണേ, എന്തൊക്കെയാണെന്നുള്ളത്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ പെരുമാറ്റം കൊണ്ടും ഇതൊക്കെ ഇവിടെ ഉണ്ടാവാം എന്നുള്ളൊരു സാധ്യതകൾ കാണിച്ചു പോകുന്ന കിടിലനായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ഇതിൽ എടുത്തു പറയണം. ആൻഡ് ഓൾസോ ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത്. കാരണം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ്. നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് കളറിൽ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായതിനെന്ന് തോന്നിയില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കണ്ടാലാണ് ഇത് കിടുവാവുള്ളൂ എന്നൊരു തോന്നൽ സത്യം പറഞ്ഞ സിനിമ കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അത് ആ ഒരു ടീമിന് വലിയൊരു കൈയടി അത് അങ്ങനെ തന്നെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചതിന്. പിന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് രാഷ്ട്രീയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, കുറ്റം ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയായിട്ട്, പക്ഷേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അധികാരമുള്ളവർ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളതൊക്കെ അനുഭവിക്കാൻ ഉത്തരവാദികളാണ് എന്നുള്ളത് ആരും പിടിച്ച് കൊണ്ടിട്ടതല്ല, നമ്മളതിൽ പെട്ടുപോയതല്ല എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ എന്തൊക്കെയോ കണക്റ്റായ പോലൊക്കെ തോന്നി. ആ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാമെന്ന് തോന്നി. അത് ചെറിയ വിസിലടിയും കൈയോടെയൊക്കെ ആ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടതിൻ്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ നിങ്ങൾ ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ തെരഞ്ഞു പിടിച്ച് കാണണം. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരുന്നു, തെരഞ്ഞു പിടിച്ച് കാണണം. ഈ ഒരു സിനിമയിലെ പല സീക്വൻസിൻ്റെ സൗണ്ട്സുകൾ വരുന്നത് ഓവർഹെഡ് സ്പീക്കേഴ്സിൽ നിന്നാണ്. മുകളിൽ നിന്നൊക്കെ നമ്മളൊരു പഴയ വീട്ടിലൊക്കെ തരുമ്പോൾ തട്ടുംപുറം എന്നൊക്കെ പറയും. ഈ തട്ടുപുറത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു സൗണ്ട് കേൾക്കും. അല്ലെങ്കിൽ ഒരു ചലങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ മുകളിൽ വല്ല മേശയോ കസാരയൊക്കെ അനക്കി കഴിഞ്ഞാൽ താഴേക്ക് ചെറിയൊരു സൗണ്ട് കിട്ടും. ആ സൗണ്ടൊക്കെ പ്രോപ്പറായിട്ട് ശരിക്കും നമ്മളോട് ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് തിയേറ്ററിൻ്റെ സെൻറ്റർ സീറ്റ് പിടിച്ചിരുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് കാണുക. അവിടെ പിടിച്ചിരുന്നിട്ട് ശരിക്കും ഈ ഓവർഹെഡ് സ്പീക്കേഴ്സിൽ നിന്ന് ശരിക്കും ആ ഒരു സൗണ്ട് ലൈക്ക് നമ്മൾ ആ ഒരു സ്ഥലത്താണെന്നുള്ള ഫീല് ശരിക്കും കൊണ്ടുവരാനായിട്ട് പറ്റി. അതുപോലെ തന്നെ കാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഡിഫറെൻറ്റ് സൗണ്ട്സ് വരുന്നുണ്ടായിരിക്കും. ചീവീടിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും, ചെറിയൊരു കാറ്റുണ്ടായിരിക്കും, ഇലകൾ അനങ്ങുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ സൗണ്ടുകളൊക്കെ പ്രോപ്പറായിട്ട് ഓരോരോ സ്പീക്കേഴ്സ്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ എവിടെയൊക്കെ സ്പീക്കർ ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാവുന്നത് ഇങ്ങനെ സീൻ കാണുമ്പോൾ ശരിക്കും ഇവിടെ നിന്നൊരു സൗണ്ട് വരുന്നു, ഇവിടെ നിന്നൊരു ചീവീട് കരയുന്ന സൗണ്ട് വരുന്നു. ഓരോ ഷോട്ട് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. അത് സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് കിടലനായിട്ടുണ്ട്. ഓരോ സീൻസിനനുസരിച്ച് മഴയുടെ സൗണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് സൗണ്ട് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോണർ ടൈപ്പ് ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും പോരായ്മകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടൈം അങ്ങനെ ഒരു പോരായ്മ വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഒരു മാക്സിമം ടോപ്പ് നോച്ചിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് അത്രയും സപ്പോർട്ട് കിട്ടിയോണ്ടായിരിക്കാം. ഒരു വിഷൻ തീർച്ചയായിട്ടും നൗഫൽ സദാശിവന് ഉണ്ടായി. പറ്റിയ കാസ്റ്റ് തന്നെ കൊടുന്നു. രക്ഷയുണ്ടായിരുന്നില്ല പടം. വേറെ ലെവലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇത് തന്നെ എല്ലാവർക്കും തോന്നണമെന്നില്ല. എനിക്കൊരു സിനിമയെ പറ്റി ഒരു ഐഡിയ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആവാമെന്നുള്ളതുണ്ടായി. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു ഇൻ്റർവെല്ലിൽ വരെ പടം കുഴപ്പമില്ല, നമുക്ക് കൊള്ളാം, ഒരു മിസ്റ്ററി ത്രില്ലർ എന്നുള്ള രീതിയിൽ പോകണം, എന്താണ് ഇനി എന്നുള്ള രീതിയിൽ. പക്ഷേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ റിവീൽ ചെയ്ത് പോകുന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കിടിലനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ മൊത്തത്തിൽ പറയാനായിട്ടുള്ളത് ഈ ഒരു സിനിമ ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയാണ്. ആ ഒരു ജോണർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുക. ഈ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ തിയേറ്ററിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എടുത്ത് പറയണം, 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അത് OTT-ലൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത്ര അധികം ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് കാണുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങൾ, അത് സൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം കൊണ്ടും കിടിലനായിട്ടൊരു പടമാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സ്ട്രോങ്ലി റെക്കമെൻഡഡ് എന്നാണ് പറയുന്നത്. നല്ല തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. വേറെ ഒന്നും പറയാനില്ല, ടോട്ടലി സാറ്റിസ്ഫൈഡ്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.